Hi guys, welcome back to my channel. So ഇത് എൻഡ് ഓഫ് എ നീറ വീഡിയോ ആണിട്ടത്. ഇമോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടാണല്ലോ വരാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ഈ ഫോൺ മാറ്റി വേറൊരു ഫോണിനാക്കാൻ പോവാണ്. പുതിയ ഫോൺ എടുക്കാൻ പോവാണ്. ഈ ഫോണിന് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ല, ഒരു ക്യാമറയ്ക്ക് ഒരു ഇഷ്യൂ എന്നതല്ലാതെ ഫോണിന് പെട്ടെന്ന് ഫോക്കസ് വർക്ക് ആവാതായി. ബിക്കോസ് എൻ്റെ ക്യാമറ ജസ്റ്റ് ഡൈഡ് ഓൺ മീ. മൈ ബാക്ക് ക്യാമറ ഹാസ് ഡിസൈഡഡ് നോട്ട് ടു ഫോക്കസ്. സംതിങ് ഹാപ്പൻ ടു ഇറ്റ്. ഇന്നലെ തൊട്ടത് ഫോക്കസ് ആവുന്നില്ല. സ്മൈൽ പ്ലീസ്. എൻ്റെ ക്യാമറ ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, എന്തോരാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറ വെച്ച് തന്നെ എടുത്തുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ക്യാമറയ്ക്കൊരു ഇഷ്യൂ എന്നതല്ലാതെ ഈ ഫോൺ ഇതുവരെ എന്നെ ചതിച്ചിട്ടൊന്നുമില്ല. ഇത്രയും നാൾ വി ഹാവ് ഹാഡ് എ വെരി ഗുഡ് റൺ. ഒരു ഞങ്ങൾ തമ്മിലൊരു നല്ല ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ക്യാമറ സംഭവം വന്നപ്പോഴത്തേക്കിനും അതെന്തായാലും മാറ്റാം എന്നുള്ളൊരു ഇതായി. അങ്ങനെ ഫോൺ മാറ്റാൻ പോവാണ്. കുറച്ച് ദിവസമായി അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. സേജ് ഗ്രീൻ കളർ എടുക്കണം എന്നായിരുന്നു എൻ്റെ ഐഡിയ. ആൻഡ് സേജ് ഗ്രീൻ എവിടെയും അവൈലബിൾ അല്ല ഫോർ സം റീസൺ. അതാന്ന് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീൻസ് എല്ലാവരും ഭയങ്കര എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ. അപ്പോൾ അത് കാരണം അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് ചെയ്ത് ഫൈനലി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇന്ന് എത്താൻ പോവാണ്. ഇതിൻ്റെ ബാക്കിൽ നടന്ന കുറച്ച് കഥയുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കിന് ഫോൺ എടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്താ നമ്മുടെ പുതിയ വ്ളോഗ് കണ്ടന്റ് വരാൻ പോകുന്ന ഈ ക്യാമറയിലായിരിക്കാം ചിലപ്പോൾ. ഐ എം കണ്ടംപ്ലേറ്റിംഗ് ഏത് കളർ വേണമെന്ന്. സോ ദിസ് ഇസ് വൺ കളർ, എക്സ്ട്രീംലി പ്രിറ്റി ബ്ലൂ. ഓക്കെ, പിന്നെ ഇതെന്താ അതർ വൺ ഇസ് ലാവൻഡർ. ഇതെവിടെയാ? അവിടെ ഐ ലൈക്ക് ദിസ് പച്ച ഓൾസോ. ദാരെ ദിസ് ഇസ് ലാവൻഡർ. ഇറ്റ്സ് വെരി ലാവൻഡർ. പക്ഷെ തന്റെ തൊട്ട് മുമ്പത്തെ ഫോൺ ഈ കളർ. മൈ കറന്റ് ഫോൺ ഇസ് ഓൾസോ ഈ കളർ. So this is my current phone. That's like more lavendery than this phone. Nokam. So I like this also. Idanengi you will match with me. Idanengi you will match with me korchu because I have a green phone. Yeah, but the thing is I want to put this phone cover. Okay. Appom yeah, ശരി. ഇതല്ലെങ്കിൽ blue will be nice. So no, നമ്മുടെ professional. All that will be nice. I don't want black or white. Yeah. Don't want black or white. No whatsoever. Okay. പിന്നെ പ്രോ എടുക്കണോ അതോ 17 എടുക്കണോ എന്നൊരു തിങ്കിങ് ഉണ്ട്. പക്ഷേ പ്രോയ്ക്കുള്ള യൂസേജ് എനിക്കുണ്ടോ? പ്രോ വാങ്ങിച്ചാൽ പ്രോ യൂസ് ചെയ്യാനുള്ള അത്രയും വിവരം എനിക്കുണ്ടോ? പിന്നെ പ്രോയിലെന്തോ 3 ക്യാമറയും സീനാണ്. അതാണ് എന്താ 3 ക്യാമറ യൂസ് ചെയ്യാനുള്ള അത്രയും വിവരം എനിക്കുണ്ടോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കാരണം ഐ എം ലൈക്ക് വൈ ലൈക്ക് റിയലി നീഡ്. ഇതെടുക്കാം. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു വിത്ത് മൈ ഐഫോൺ? യാ. ഓ ഇത് കൊള്ളത്തില്ല. ഇത് മിന്നിങ്ങുള്ള. ഇത് പ്രോ, ഇത് എയർ, ഇത് സാദാ, ഇത് സാം, ഇത് ജ്യോതിഷ്. എടാ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞാലോ. ആരെങ്കിലും ഈ 17 എടുത്തിട്ട് സാൻഡിസ്കിന്റെ USB കുത്തി GB കൂട്ടാൻ നോക്കുന്നവരാണെങ്കിൽ അത് സപ്പോർട്ട് ആകും. പ്രോ മാക്സ്. കാരണം USB-യുടെ പോർട്ട് ഇത് 3.2 ഇത് 3.2. ഇത് അതിൽ കുറഞ്ഞതാ. ഏതാണെന്ന് അറിഞ്ഞൂടാ, അവർ പറഞ്ഞു മറന്നുപോയി. സോ എല്ലാവരും മൈൻഡ് ചെയ്യൂ. കാശ് ലാഭിക്കാൻ നോക്കുന്നിടത്ത് നിങ്ങൾക്ക് കാശ് നഷ്ടമാകും.
കൂലങ്കക്ഷമേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് 70 എടുക്കുന്നതിനെ കുറിച്ചും. ആക്ച്വലി 17 എടുക്കാൻ മാത്രമാണ് ഞങ്ങൾ വന്നത്. കാരണം ഈ ഫോണിന് നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഹായ് ഹായ്. രണ്ടെണ്ണം ഫ്രെയിം ചെയ്ത് നൈസായിട്ട് പോയതാണ്. സോ ഈ ഫോൺ അവനുമ്മ ഓക്കെ. ഈ ഫോൺ ഇപ്പൊ എൻ്റെ കയ്യിൽ വന്നിട്ട് 4-5 വർഷമായി. 5 വർഷമായി ഈ ഫോണിന് 1 രൂപ പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും 5 രൂപ താഴെയാണ് അവർ പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് റിട്ടേൺ കൊടുക്കേണ്ടത് വെറുതെ എൻ്റെ കയ്യിൽ വെക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി ഇതിനെ അവർ ഇച്ചിരി പൈസ തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണോ. പ്രോ മാക്സ് അല്ല, പ്രോ എടുക്കണോ. പ്രോയിന്റെ EMI-യും 17ന്റെ EMI-യും ഡബിൾ EMI ആണ്. ലിറ്റിൽ ഡബിൾ ആയിരിക്കും. ഫൈനാൻഷ്യലി ഇത് എനിക്ക് സാധിക്കുമോ? ഇല്ല. പ്രോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തിനാ പ്രോ എടുത്തതെന്ന് പറയുമോ? ആൾക്കാർ അങ്ങനെ പറഞ്ഞതിന് കുഴപ്പമില്ല. പിന്നെ ഇവന്റെ എന്താണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല, അവൻ പറഞ്ഞത് എല്ലാവരും 2 ക്യാമറ ഉണ്ട്, അപ്പൊ നമ്മുടെ 3 ക്യാമറ വേണ്ടേന്നാ പറഞ്ഞത്. അവൻ 2 ക്യാമറ ഉള്ളത് എടുത്തിട്ട് അവൻ ചെറുതായിട്ട് റിഗ്രറ്റ് ചെയ്തു. എടാ ഇതേ സാധനം ഞങ്ങളുടെ അമ്മയും ചെയ്തതാ. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇത് ആദ്യം എടുത്തത്. എന്നിട്ട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇതിൽ 2 ക്യാമറ ഉള്ള, എനിക്ക് 3 ക്യാമറ ഉള്ളത്. സാംസങ് ആണ് 4 ക്യാമറ ഉണ്ട്. OnePlus എടുക്കാം. OnePlus ആണെങ്കിൽ ഇങ്ങനെ ഉണ്ട സ്ക്രീനിൽ നമുക്കിനി ലുലു കണക്റ്റിലോട്ട്. OnePlus എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉന്നത ഫോണാണ്. സെക്കൻഡ് ഫോൺ. എടാ OnePlus നെവർ ഡൈസ്ഡാ. OnePlus ഒരു ദിവസം ചാർജ് ചെയ്താൽ വേണമെങ്കിൽ 3 ദിവസം ചാർജ് കൂടാ. ഭയങ്കര ചാർജ്, ഭയങ്കര സെയിം. രാത്രി കിടക്കാൻ പോകുമ്പോ 1% ചാർജ് ആയിട്ട് കിടന്നു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കും 1 ഉണ്ടാവും. ഐഫോൺ വാങ്ങിക്കാം. വീഡിയോയുടെ പേര് ഐ എം ഗോയിങ് ടു ബൈ ന്യൂ ഐഫോൺ. വീഡിയോ ഫോൺ OnePlus. ഇല്ല, വാങ്ങിക്കാൻ പോവല്ലേ. നമുക്ക് നോക്കാം എത്ര ദിവസം മേടിക്കും. ഇത് മേടിക്കാനുള്ള കാരണം എനിക്ക് ഫോണിന് പെട്ടെന്ന് ഫോക്കസ് വർക്ക് ആവാതായി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. എടാ ഇവ ശരിക്കും ഇങ്ങനെ ചെയ്യണ്ടാവില്ല. എന്റെ ക്യാമറ അപ്പുറത്തോട്ട് തിരിഞ്ഞിരുന്നപ്പോ ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ലുലുന്ന് ഇറങ്ങി. ഇന്നിപ്പോ മേടിച്ചിട്ടില്ല. ഞാനൊന്ന് വീട്ടിൽ പോയി ഇതിനെ കുറിച്ചും ഗേൾ മാത്ത് രീതിയിൽ ചിന്തിച്ച് ഈ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ വഴിയാ. നാളെ നോക്കാം. ഓക്കെ, see you tomorrow. Bye. Hi boys. ഹായ്. ഞങ്ങൾ സെക്കൻഡ് ഡേ ഇൻ ലുലു ആണ് ട്ടാ. എന്നിട്ട് ഞങ്ങളിപ്പോൾ ലുലുവിൽ ഇമാജിനിൽ ചോദിച്ച സമയത്ത് 17 എല്ലാവരും ബുക്കിങ്ങിലേ ഉള്ളൂ. ഞങ്ങൾ ഫുൾ സെറ്റ് ചെയ്ത് പച്ച കളർ എടുക്കാം, 256 എടുക്കാം, പിന്നെ SSD ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെന്നപ്പോൾ ലുലുവിൽ അല്ല ഇമാജിനിൽ സ്റ്റോക്കില്ല. 17 കിട്ടണമെങ്കിൽ 2 ആഴ്ച പ്രീ ബുക്കിംഗ് അല്ല, ബുക്ക് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലുലു കണക്റ്റിൽ നോക്കാമെന്ന് വിചാരിച്ച് വന്നു. ഞാനും മളകിലന്തയും ഇവിടെ ജിസ്ലിനും റമീസിനും കൂടെ ആയിട്ടാ വന്നേക്കുന്നത്. ഇന്നലെ വേറെ 2 ബോയ്സ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞിരിക്കുക. ഇന്നലെ ഞങ്ങൾ ഐഫോൺ നോക്കി വന്നതിന് ഇന്നലെ മിഞ്ഞാന്നാളും 2 ദിവസം പോയി ഐഫോൺ നോക്കിയതിന് ശേഷം ഇപ്പോഴും ഞങ്ങൾ ഐഫോൺ എടുത്തിട്ടില്ല. ഓക്കെ, സോ ഞങ്ങൾ പറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ളത് കിട്ടാൻ 1 മാസത്തിൽ കൂടുതലാവുമെന്നാണ് ലുലുവിലുള്ള ഇമാജിൻകാർ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്ത്. ബുക്ക് ചെയ്യാൻ 2000 രൂപ കേട്ടോ. ആ 2000 രൂപ തിരിച്ച് മേടിച്ച് ഇറങ്ങി. എന്നിട്ട് ഞാൻ നെറ്റിൽ കാണുന്ന കംപ്ലീറ്റ് സ്ഥലത്ത് വിളിച്ചു നോക്കി. ക്രോമ, മൈജി ഉൾപ്പെടെ ഇനി എറണാകുളത്ത് വിളിക്കാൻ സ്ഥലം ബാക്കിയില്ല. എല്ലായിടത്തും വിളിച്ചു നോക്കി, കിട്ടിയില്ല. എവിടെയില്ല, എല്ലായിടത്തും സോൾഡ് ഔട്ട്, സ്റ്റോക്ക് ഔട്ടോ, എല്ലായിടത്തും പ്രീ ഓർഡർ ചെയ്യണം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ ഇമാജിൻ അല്ല, ആപ്പിൾ സ്റ്റോർ. ഇവിടെ ആക്ച്വലി ഒറിജിനൽ ആപ്പിൾ സ്റ്റോർ ഇല്ല. ഇമാജിൻ നമ്മൾ ആപ്പിൾ സ്റ്റോറായിട്ട് ഏറ്റെടുത്തേക്കും. പക്ഷെ ആക്ച്വലി ഇമാജിനും ഒരു റീസെല്ലർ തന്നെയാണ്, ഒറിജിനൽ ആപ്പിൾ സ്റ്റോർ അല്ല. അപ്പൊ ബാംഗ്ലൂരുള്ള ഒരു ആപ്പിൾ സ്റ്റോറിൽ ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരും എന്ന് പറഞ്ഞു.
ബാംഗ്ലൂർ ആപ്പിൾ സ്റ്റോർ ഉണ്ട്. അവിടെ എത്തിച്ചു തരൂന്ന് പറഞ്ഞിട്ട് നമ്മള് വെബ്സൈറ്റിൽ കണ്ടു. അത് ഡിസംബർ 6-9 ഉള്ളിൽ എത്തും എന്നാണ് പറയുന്നത്. ബേസിക്കലി 2 ആഴ്ച. ഓക്കെ, 1 മാസം എടുക്കില്ലല്ലോ. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്യാണ്. പക്ഷെ അടുത്ത ആഴ്ചയാണ്, 2 ആഴ്ച ഇല്ലല്ലേ അപ്പ. ദാറ്റ്സ് ആക്ച്വലി ഗുഡ്. പക്ഷെ എനിക്ക് ട്രേഡിങ് ചെയ്യണം. സോ എന്റെ ഫോൺ എനിക്ക് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് പൈസ കുറഞ്ഞൊക്കെ കിട്ടും. അപ്പൊ അത് ഞാൻ ലുലു കൊണ്ടുപോയി കാണിച്ച സമയത്ത് അവർ എനിക്ക് ഒരു ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി എങ്ങാനും വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂഷൻ കുറഞ്ഞു പോയാലൊരു ടെൻഷൻ എനിക്കുണ്ട്. അതും കൂടി കൊണ്ട് ഞാൻ ലാഗാക്കുന്നുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ ഇത് നാളെ മിക്കവാറും നമ്മൾ അതിനൊരു തീരുമാനം എടുക്കും. ഒന്നെങ്കിൽ നമ്മൾ നാളെ ഓൺലൈൻ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നാളെ ലുലു കൊണ്ടുപോയി ഓർഡർ കൊടുക്കും. ഫിനിഷ്. ഓക്കെ, ബൈ ദ വേ ഞങ്ങളിപ്പോ സുൽത്താനേറ്റിലാണ്. സുൽത്താനേറ്റിൽ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഷവർമയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. For the 17 millionth time. ഇമാജിൻ ഈ ലുലുമ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്യുക. ഇതെന്തായാലും ഓർഡർ ചെയ്യുക. ഞാൻ നോക്കി, ഇനി നോക്കാവൊന്നുമില്ല. ഇനി എല്ലായിടത്തും എറണാകുളത്തുള്ള എല്ലായിടത്തും നോക്കി, ഓൺലൈനിൽ നോക്കി, എല്ലാവരും നോക്കി. ഒരു മാസം എടുക്കുന്ന പറഞ്ഞു. See how the lighting is so much different inside the store. Really pretty, right? Yeah. Okay, back phone order. Yeah. It's happening. It's finally happening. It's happening. ഐഫോൺ അല്ല, ഐഫോണിലോട്ടുള്ള ആദ്യത്തെ പടി, 17-ലോട്ടുള്ള ആദ്യത്തെ പടി. 1000 രൂപ കൊടുത്തു. സെറ്റ് 1000 രൂപയുള്ളൂ. ഇമാജിനോട്ട് പെട്ടെന്ന് വന്നോ 1000 രൂപ ഐഫോൺ 1000 രൂപ. അതും പിന്നെ ഒരു കാർഡിന് 3 രൂപ ഓഫ് കിട്ടും തോന്നുന്നു. പിന്നെ ഇതിനും ഒരു ഇച്ചിരി കിട്ടും. അതെല്ലാനും കൂടി കൂടിയിട്ട് ഒരു ഓഫറൊക്കെ കിട്ടും നമുക്ക്. സെറ്റ്. ആക്ച്വലി നമ്മൾ 16 ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ 70,000 രൂപ വരെ റിട്ടേൺ കിട്ടും. അപ്പൊ ലൈക്ക് 16 ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ടാണ് ആഗ്രഹം. പെട്ടെന്ന് എല്ലാ കൊല്ലവും മാറ്റണവരുണ്ടല്ലോ. അപ്പൊ കാരണം ഉള്ളത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഗെറ്റ് റിട്ടേൺ. നമ്മളല്ലാതെ OnePlus അങ്ങനത്തെ ഒന്നും അവർ റിട്ടേൺ എടുക്കില്ല. അതും എൻ്റെ OnePlus ഫുൾ കണ്ടീഷൻ ആയിരുന്ന സമയത്ത് ഞാൻ റിട്ടേൺ കൊടുക്കാൻ നോക്കുമ്പോഴും എന്തോ 8 രൂപയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സംതിങ്. ഓക്കെ, അപ്പൊ എനിവേസ് അപ്പൊ നമുക്കിനി ഐഫോൺ കിട്ടുമ്പോ കാണാല്ലേ. ഐഫോണിന്റെ പെട്ടി ഐഫോൺ കിട്ടിയിരിക്കുന്നു. ഹായ് ഗൈസ്. ഹായ്. ആൻഡ് ഇത് നമ്മുടെ കൂടെ ഒരു ഫൈനൽ. അതെ, നമ്മൾ 2 പേരും ഒരേ ഡ്രസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട് ഒരേ ഡ്രസ് ഇട്ടിരിക്കുന്നത് ഫോർ നമ്മുടെ ഫൈനൽ വ്ളോഗ്. സോ ഹായ് ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഫൈനൽ ഡേ എത്തി. പോവാണ് നമ്മൾ. യെസ്, നമ്മളിപ്പോ ഇമാജിന്റെ മുന്നിലിരിക്കുകയാണ്. നമ്മളിപ്പോ കളർ ഡിഫറൻസ് വരും. ഓക്കെ, ഡാഡി നിൽക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ മുന്നാണ് വ്യത്യാസം. ഹായ്. Are you excited? No. Why not? Because money is going. What is there to be excited? Okay, I am very excited. Yes. Okay. So നമ്മൾ പവർ വരട്ടെ സീൻ. സോ നമ്മൾ ഫൈനലി ഫോൺ എടുക്കാൻ പോവാണ് ഗൈസ്. അച്ഛൻ മാത്രം വേറെ കളറല്ലേ? അച്ഛൻ മാത്രം വേറെ. അത് കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് വൺ ഓഫ് ദ ഗേൾസ്. മാച്ചിങ് 3 പേരും അച്ഛനും. സ്ഥലം അവിടെ നിന്ന് ചെയ്യണോ? അവിടെ ആ ടേബിൾ. Are we ready? ASMR കേക്ക് ASMR. Okay. Sage green ആണ് എടുത്തേക്കണത്. അളകന്റെ ഹാസ് എ ഡാർക്ക് ഗ്രീൻ. അതായത് മാച്ച് ചെയ്യാന്നുള്ള ഒരു ലോജിക്കില് സൗണ്ട് കേൾക്കില്ലായിരിക്കും. പക്ഷേ കാണാൻ ഭംഗിയില്ല. ഓക്കെ ഓക്കെ, ഇനി അൺബോക്സിംഗ് ഉള്ളി. ഓക്കെ, എവിടുന്ന് അൺബോക്സ് ചെയ്യണം? ഇവിടുന്നല്ലേ? ഓക്കെ, ഇതെന്താ വെറുതെ വലിച്ചാൽ മതി? ഓക്കെ, താഴ്ത്തുനിന്ന് വലിക്കണല്ലേ? I know this is not a very aesthetic looking clip. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഐഫോൺ കാണാം. അത് aesthetic. Okay.
so pretty. Oh, it's so pretty. Amé. Okay. Oh, wow. Wow. Oh, wow. നല്ല എന്റെ ഫോൺ പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇത് വലിച്ചു തുറന്നാലോ? ഓക്കെ. ഇതെങ്ങനെയാണ് ASMR ആയിട്ട്? അങ്ങനെ ചെയ്താൽ മതി. ASMR ആയിക്കോ. ഓക്കെ. ഇല്ലാണല്ലേ? ഓ വാവ്, ഇറ്റ്സ് സോ നൈസ്. എന്താ ഇനി ഈ മറ്റേ ഫോണുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് ആക്കിയിട്ട് മറ്റേ ഫോൺ നമ്മളിവിടെ വെച്ചിട്ട് പോവാം. കൊടുക്കുവാണ്. സോ നമുക്കിനി ചേട്ടനോട് ഹലോ. ഓക്കെ. ഹലോ എഴുതിക്കാണില്ലേ? ഹലോ എന്ന് ഓ ഓക്കെ ഓക്കെ ഓക്കെ. ജപ്പാനീസ് സെറ്റ് അല്ലേ? സെറ്റ് സെറ്റ്. ഹായ് കൊന്നിച്ചിവാ. ഹോലാ ബോൺജൂർ. എന്നാലും നിർത്തൂല. ഹലോ ഹലോ ഹലോ. കൊളാക്കല്ലേ താരേ. എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചല്ലേ നമുക്ക്? ഇത് മേടിച്ചതിന് ശേഷം, ഫോൺ മേടിച്ചതിന് ശേഷം 2 മണിക്കൂർ എടുക്കും അപ്പാരൻ്റ്ലി അത് സെറ്റായി കിട്ടാൻ. സോ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ അന്നേരം ഫോൺ ചാർജ് ഉണ്ടായില്ല. ആൻഡ് ലുലുവിന് ഈസിലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വേണ്ടി. അതുകൊണ്ട് ഞങ്ങളൊരു ഫ്രൈസും മേടിച്ച് ഒരു ഐസ്ക്രീമും പറഞ്ഞ് വന്ന് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ്. ഫോൺ ചാർജ് ചെയ്തിട്ടേക്കാണ്. ആൻഡ് നല്ല ഐസ്ക്രീം. താങ്ക് യു. താങ്ക് യു. Wow. Yeah? Did you know this is the combination? Did you know this is the combination? Came and gave the price and he was like, ice cream ഇപ്പോഴാണോ ലാസ്റ്റ് മതി. ഞാൻ എന്ത് നോക്കത്തില്ല ചേട്ടാ. വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വാസ് ലൈക്ക് അടിപൊളി. യൂണിഫോമിലായിരുന്നടാ. എന്നിട്ട് ഇവർ എനിക്ക് എടുത്തോണ്ട് വന്നടാ. 4 പേരിടാ. ഒരേ കളർ. ഓക്കെ, ഞങ്ങളപ്പം ലുലുന്ന് ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ കേട്ടാ. ഇത് കണ്ടാടാ, എൻ്റെ അച്ഛനെ കണ്ടാടാ. ഇൻഡിപെൻഡൻറ്റ് ജെന്റിൽമാൻ, ഇൻഡിപെൻഡൻറ്റ് മാനാണ്. ആരുടെ ആവശ്യമില്ല. ഇവിടെ ഇവർ പാട്ടൊക്കെ പാടി വരുമ്പോഴത്തേക്കിന് ഇനി ഒരു സമയമാവും എന്ന് പറഞ്ഞിട്ട്. So pretty. എടാ ലുലു മാളാണാടാ ഇത്. ഈ സൈഡില് നല്ല ഭംഗിയുണ്ടോ? സോ ഇത് എപ്പോഴും ഈ ചേട്ടൻ എന്നെ പറ്റിക്കും. സോ പ്രിറ്റി. വാക്കിംഗ് ഏരിയ നോക്കി പുറത്തിറങ്ങുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. ഓ നന്ദാ, വാക്കിംഗ് ഏരിയ നോക്കി പുറത്തിറങ്ങുന്നത്. ഓ സോ പ്രിറ്റി അല്ലേ? വെരി നൈസ്. നമുക്ക് അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം വന്ന് ഇതിൽ കൂടെ നടന്നിറങ്ങാം. ഈ കൊച്ചിയിൽ എവിടെയാണ് മോനെ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കണ വലിയ സ്റ്റാർ ഒക്കെ ഇട്ട്? അപ്പൊ ഞങ്ങളത് ഈ ഗോർജസ് സ്ഥലത്ത് എത്തിയിട്ടാ. ചെറിയ ഫാൻസി ഒക്കെ ആണെന്ന് തോന്നല്ലോ. This looks so pretty, da. Yeah. It has a half-boiled egg and it is soupy noodles. Yes. തക്കാളി and beef and നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. Okay. Oh my god. It's the new camera, guys. It's the new camera. Cover of the new camera. And yes, അങ്ങനെ നമ്മൾ ഐഫോൺ വാങ്ങി വീട്ടിൽ പോവാണ്.
അൺഎക്സ്പെക്റ്റഡ്ലി ഒരു വലിയ വീഡിയോ ആണിത്. ബട്ട് വി ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ആൻഡ് സീ യു ഇൻ ദ വീഡിയോ.